ചുരുക്കമായിട്ട് നമ്മൾ മ്യൂസിയത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമുക്ക് അങ്ങോട്ടാണ് എൻട്രൻസിൽ. സോ നമുക്ക് എൻട്രൻസിലേക്ക് എത്തിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. 1982 കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കുൽക്കോയർ എന്നുള്ള സ്ഥലത്ത്. കുറേ മിനിസ്ട്രി ഓഫീസിൻ്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരൊരു ടാഗ് തരും നമ്മൾ കയറുന്ന സമയത്ത് തന്നെ. അതിട്ടിട്ട് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആ കാർഡിൻ്റെ പേരാണ് വിസിറ്റേഴ്സ് കാർഡ്. ഇവിടെ കുറേ മരങ്ങളുടെ ഫ്രൂട്ട്സും റൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. പെരിഫൈഡ് ട്രീ ലീവ്സ് ആൻഡ് റൂട്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കല്ലുകളാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാവും നമ്മുടെ ഈ റൂട്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ ക്രോക്കഡൈൽ ബോൺസ്. ഇത് ഡൈനോസറിൻ്റെ ബോൺസാണ് കേട്ടോ. അതായത് ഡിനോസറിൻ്റെ ബോൺസ് ഇല്ലേ, എല്ലുകൾ, അതാണത്. പിന്നെ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ കയറിയപ്പോൾ അവിടെ ഒരു ആമേൻ്റെ സ്റ്റഫ് ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് പോളിഷ് അടിച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇതേപോലത്തെ കുറേ സ്റ്റഫ് ഉണ്ട്. ഇത് എന്ത് ജീവിയാണെന്ന് എനിക്കറിയില്ല. ദോഫാർ മൗണ്ടൻസിൻ്റെ അവിടെ കാണാൻ പറ്റുന്നൊരു ജീവിയാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ സ്റ്റഫുകളാട്ടോ അതിൻ്റെ. ഇവിടെ കുറേ കല്ലുകൾ പൊട്ടിയതുണ്ട്. കിങ് ഫിഷറിൻ്റെയും അതൊരു സ്റ്റഫാണ്. ഇവിടെ മുള്ളൻപന്നീൻ്റെ മുള്ളുണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ ഒരു പരുന്തിൻ്റെ സ്റ്റഫുണ്ട്. അതിൻ്റെ മേലെ വേറെ ഏതൊരു ചെറിയ കിളിയുണ്ട്. പിന്നെ ഇതാ ആടിൻ്റെ തലയോട്ടി. ഇത് സ്റ്റഫല്ല കേട്ടോ. ഇത് നമുക്ക് മലമുകളിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഇതാ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ജീവി ഇരിക്കുന്നുണ്ട്. അതെന്താ അതിൻ്റെ പേര് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതാ ഇവിടെ 2 മുള്ളൻപന്നി ഇരിപ്പുണ്ട്. അതേപോലെ ഒരു കാക്ക മുട്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട് കാലത്തെ ആൾക്കാർ എന്തോ കോട്ടൺ ഉണ്ടാക്കിയത് തോന്നുന്നു. എന്താ അവിടെ ഒരു മാൻകുട്ടി ഉണ്ട്. പിന്നെ അവിടുത്തെ എന്തോ പൂക്കളാണ് തോന്നുന്നു അവിടെ കിടക്കുന്നത്. അപ്പുറത്തെ ഒരു സൈഡ് ഒരു കല ഉണ്ട്. അത് അതിൻ്റെ മേലത്തെ പൂവാണെന്നാണ് അതിനകത്ത് എഴുതിയത്. പിന്നെ ഇതാ ഒരു മൂങ്ങുണ്ട് ഇവിടെ. അതിന് താഴെ മൊത്തം മൺപാത്രങ്ങളാണ് പണ്ട് കാലത്തെ. പിന്നെ ഇതാ ഇവിടെ മറ്റേ ഒരു പാമ്പുണ്ട്. പിന്നെ നമ്മൾ കബഡി കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തായം കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കക്ക മരിക്കത്ത സാധനം ഉണ്ട്. ഇതൊരു റൗണ്ടായിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അറിവുകൾ നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡിന് ഓരോരോ ഇൻഫോർമേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇതും എന്തോ ഒരു കല്ലാണ്. ഇത് വേറെ എന്തോ കല്ല്. ഇതിന് 220 മില്യൺ ഇയേഴ്സ് പഴക്കമുണ്ട്. ഇതിന് 460 മില്യൺ ഇയേഴ്സ് ഓൾഡ്. ഇനി നമുക്ക് കുറച്ച് ഡൈനോസറിൻ്റെ കാര്യങ്ങൾ കാണാം. ഡൈനോസർ എവിടെയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് ഡൈനോസറിൻ്റെ ബോണും അതേപോലെ താടിയെല്ലിൻ്റെ അവിടത്തേക്ക് സാധനങ്ങളാണ്. ഇവിടെ തന്നെ നമ്മുടെ കാട്ടുപൂച്ചേൻ്റെ പ്രതിമ ഉണ്ട് കേട്ടോ. അതെന്തോ ഒന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതേപോലെ ഇത് ആടിൻ്റെ ആണ് തോന്നുന്നു. ഇതുവർ ഉണ്ടാക്കി വെച്ചാണ് തോന്നുന്നു കേട്ടോ. കാരണം അത് കണ്ടിട്ടുണ്ടാക്കിയ പോലെ ഉണ്ട്. ഇങ്ങിതവിടെ ഒരു മാനുകളുടെ ഒരു പ്രതിമ ഉണ്ട്. ഇവർ പുല്ല് തന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒരു കൊമ്പ് നോക്ക്, എന്ത് സൈസല്ലേ. അവിടെ ഒരു മാൻകുട്ടി ഉണ്ട്. ഇത് അച്ഛനും അമ്മയും കുട്ടിയാണ് ഗൈസ്.
അവിടെ ഒരു കാക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 ലിയോപാഡ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് 1ാമത്തെ ലിയോപാഡാണ്. ഒന്ന് ഒരു മലയുടെ മേലെ കയറിയിരിക്കുന്നുണ്ട്. അത് പരുന്താട്ടോ ഇരിക്കുന്നത്. ഇതാ ഇതാണ് 2ാമത്തെ ലിയോപാഡ്. ഇത് ആക്രമിക്കാൻ റെഡിയായി നിൽക്കുന്ന ലിയോപാഡ്. മറ്റേത് ശാന്തമായ ലിയോപാഡ്. പിന്നെതാ ഇവിടെ ഒരു സാധനം ഉണ്ട്, നമ്മുടെ മുള്ളം പന്നി. പെട്ടെന്ന് നോക്കിയാൽ കാണില്ല ഗൈസ്, കാരണം അത്ര കുഞ്ഞിതാണ്. പിന്നെ അതിൻ്റെ കളറ്. അവിടെ ഒരു ആട് കിടക്കുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇത് നമ്മുടെ മലനിരപ്പുകളിൽ മാത്രമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ആടാണ് കേട്ടോ. ഇവിടെ കുറേ പക്ഷികളും ഒക്കെ ഉണ്ട്. ഇത് ചെന്നായാണ് കേട്ടോ. കണ്ടിട്ട് നമ്മുടെ നാട്ടിലത്തെ പട്ടികളെ പോലെ ഉണ്ടല്ലേ. ഇതാണ് കുറുക്കൻ. അല്ല, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കിളി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഇവിടെ ഫ്ലമീങ്കോ ആണത്. ഇവിടെ ഉണ്ട് നമ്മുടെ കിങ് ഫിഷർ, നമ്മുടെ കടൽക്കാക്ക ഉണ്ട്. അതേപോലെ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് തോന്നുന്നത്. അത് ഏറെ പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അതേപോലെ ഞങ്ങൾ ഞണ്ടിനെ കണ്ടില്ലേ, ഞണ്ടോട് 2 ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവിടെ ഒരു താറാവുണ്ട്. അതേപോലെ 2-3 കൊക്കോളുണ്ട്. അവിടെ ഒരു ചെറിയ കിളി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ പുല്ലിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇത് ഒരു എലീനെ മൂങ്ങ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. ഇതൊക്കെ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ കുട്ടികളുടെ ബോൺസ് ആണ് കേട്ടോ. അതേപോലെ ഇതൊക്കെ പ്രാവുകളുടെയും അതേപോലെ പക്ഷികളുടെയൊക്കെ തല വെട്ടി വെച്ചേക്കാണ്. ഇവിടെയും കുറേ പക്ഷികളുണ്ട്, കാക്ക, കുരുവി. ഇതിനകത്ത് എത്ര 20 പക്ഷികളുണ്ട്. അതിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആ പാമ്പുകളുടെയും അതേപോലെ ഇഗ്വാനയാണ് തോന്നുന്നു. ഇഗ്വാന, ഇത് ഇഗ്വാനയാണോ എന്താണോ? അവിടെ ഇഗ്വാന എന്നാണ് എഴുതിയത്. ഇതാണോ ഉണ്ട് ഗൈസ്? ഇത് ഇഗ്വാനയാണോ തോന്നുന്നു. ഇതാണ് നമ്മുടെ റാറ്റിൽ സ്നേക്ക്. മറ്റേ മണലിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹില്ലേ, അതാണ് അത് തോന്നുന്നു. അപ്പോൾ പലതരത്തിലുള്ള കുറേ സ്നേക്കുകളുടെ പ്രതിമകളുണ്ട്. ഇവിടെ തവളയുണ്ട് കേട്ടോ, തവള. പിന്നെ നമ്മുടെ കുറേ പ്രാണികളെ ഇവിടെ പിടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഉള്ള സൂചി കൊണ്ട് അടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മേലെ കൂടെ കൂറുണ്ട്, അതുപോലെ കുറേ പാറ്റകളുണ്ട്, തേനീച്ച ഉണ്ട്. ഇവിടെ കൊതുകിനെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തുമ്പികള്, പൂമ്പാറ്റ, കടുന്നല്, വണ്ട്, അങ്ങനെ എല്ലാവിധ പ്രാണികളെയും. അതാ കടുന്നല് കേട്ടോ. എല്ലാവിധ പ്രാണികളെയും ഇവിടെ സൂചിയിൽ കുത്തിപ്പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഈച്ച കണ്ടില്ലേ, ഈച്ച, കൊതുക്. പിന്നെ ഇതൊക്കെ ബട്ടർഫ്ലൈൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇതിൽ ഫുള്ള് ബട്ടർഫ്ലൈസ് മാത്രമേ ഉള്ളൂ. എല്ലാവിധ ബട്ടർഫ്ലൈസിനെ ഇതിനകത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട്, വലുത് ചെറുത്. ഇതവിടെയും നമ്മുടെ പാറ്റകളില്ലേ, ഇത് ഈ ഒരു ടൈപ്പ് പാറ്റേനാണ്. പിന്നെ എന്താ അവിടെ വരുമ്പോൾ നമ്മുടെ തേനീച്ചകളുടെയും അതേപോലെ ഹോർനെറ്റ് അങ്ങനത്തേൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട്. അതേപോലെ അവരുടെ കൂടുകൾ, ഇതൊക്കെ അവരുടെ കൂടുകൾ, അച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഹോർനെറ്റ് ഉള്ളത്, അവിടെ തേനീച്ചകളാണ്. ഇതൊക്കെ ഫോസിൽസ് ആണ് കേട്ടോ. ഇതാ പല്ല്, അതെന്തോ ഒരു ജീവിയുടെ പല്ലാണ്. അതേപോലെ കക്ക, ശംഖ്, അങ്ങനെ കുറേ എണ്ണമുണ്ട് ഇവിടെ. അവിടെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ വലിയ വലിയ പാറ്റകളും അങ്ങനത്തെ ഇവിടെ തേള്, സ്പൈഡർ. അപ്പോൾ ഇവിടെയാണ് വലിയ വലിയ ശംഖുകളുള്ളത്. ശംഖുകൾ, കക്കകൾ, അല്ല വലിയ വലിയ
സാധനങ്ങളാണ്. സ്റ്റാർ ഫിഷ്, അതേപോലെ ഇങ്ങനെ എന്തൊക്കെ കുറേ ചെടികളുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ കടലിൻ്റെ അടിയിലുള്ളതാണ്. ഇത് കുറേ കക്കകൾ, അതുപോലെ ശംഖുകൾ, അതൊക്കെയാണ്. കണ്ടില്ലേ, ഇതിനകത്ത് കുറേ വട്ടത്തിലുള്ള കല്ലുകളുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. 1987 ഒമാൻ തീരത്ത് അടിഞ്ഞിട്ടുള്ള ഒരു വമ്പൻ വെയിലിൻ്റെ ഫോസിൽ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം. ഇത് കില്ലർ വെയിലിൻ്റെ തലയാണ് കേട്ടോ, അതായത് തലച്ചോറ് ആ ഒരു ഭാഗത്ത് വരുന്ന ബോണാണത്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ മീനിൻ്റെ ബോഡി. ഇത് ശരിക്കും അതിൻ്റെ ബോഡി തന്നെയാണ്, പക്ഷെ അതിൻ്റെ കൈ ഇവരുണ്ടാക്കിയതാണ് കേട്ടോ. ഇത് വെയിലിൻ്റെ, നമ്മുടെ തിമിംഗലത്തിൻ്റെ ആ വായയുടെ ഭാഗത്തുള്ള എല്ലാണത്. ഇത് ഡോൾഫിൻ്റെ അസ്ഥികൂടാണ് കേട്ടോ. ഇതിനൊക്കെ ഓരോരോ പേര് ഇവർ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ ചെറുതായിട്ട് വരുന്നുണ്ട് ഓരോരോ ഡോൾഫിൻസ്. ഇതുണ്ടോ, പ്ലേസ് കില്ലർ വെയിലിൻ്റെ ആണിത്. ഇവിടെ അറബിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് വേറെ ഏതോ ഒരു വെയിലാണോ, വെയിലല്ല, ഡോൾഫിൻ, അങ്ങനെ ഒരു സാധനമാണ്. ഇത് മീങ്ങളേനെ പോളിഷ് ചെയ്തിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ. അതായത് പോളിഷ് അടിച്ചിട്ട് കമ്പുമ്മ നിർത്തിയതാണ്. ഇതൊക്കെ ബോൺസ് ആണ് കേട്ടോ, ബോൺസ്. തിമിംഗലത്തിൻ്റെ, ഡോൾഫിൻ്റെ അങ്ങനത്തെ ഒക്കെ ബോൺസ് ആണ് കേട്ടോ. ഇനി നമുക്ക് കടലിൽ ജീവിക്കുന്ന കുറച്ച് മൃഗങ്ങളുടെ സൗണ്ടുകൾ കേൾക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.